السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله، أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാന്യരായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുടനീളം പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമളാനിന്റെ ഏറ്റവും പ്രാധാന്യമേറിയിട്ടുള്ള അവസാനത്തെ പത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏതാനും ചില വലിയ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഒന്നടങ്കം മനസ്സിലാക്കുവാൻ പോകുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആദ്യമായിട്ട് ഒരു ചെറിയൊരു കഥ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. നമുക്കറിയാം, ഒരു ദ്വീപ് എന്നറിയില്ല, ചുറ്റും വെള്ളം, അതിൻ്റെ നടുക്കുള്ള ഒരു കര, അതിനാണ് ദ്വീപ് എന്ന് പറയാം. ആ ദ്വീപിലുള്ള ഒരു സമ്പ്രദായം എന്താണെന്ന് ചോദിച്ചാൽ, ആ നാട്ടിലുള്ള ആളുകൾ, ആ നാടിനെ ഭരിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾ രാജാവിനെ തിരഞ്ഞെടുത്ത്, നേതാവിനെ തിരഞ്ഞെടുത്ത് കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കും. ആ രാജാവ് ആ നാടിനെ, അവർ നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയം വരെ ആ നാടിനെ ഭരിക്കും. ഒരു കഥയാണ്. അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കാതെ, ഒരു മനുഷ്യന്റെ സ്വഭാവ പ്രകൃതം വെച്ചിട്ട് ആഗ്രഹിക്കാതെ കിട്ടുന്ന പദവികൾ പരമാവധി സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവനാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ച് അവൻ ചെയ്യുക. അങ്ങനെ അവർ തിരഞ്ഞെടുക്കുന്ന ഓരോ രാജാക്കന്മാരും അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടും സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ആ നാടിനെ ഇങ്ങനെ ഭരിച്ചു പോരാണ്. അവസാനം വേറൊരു സമ്പ്രദായം കൂടി ഉണ്ട് ആ കഥയിൽ. അതിങ്ങനെയാണ്: തൻ്റെ ഭരണകാലം കഴിഞ്ഞാൽ തൊട്ടടുത്ത് ജനവാസമില്ലാത്ത വേറൊരു ദ്വീപുണ്ട്. ആ ദ്വീപിലേക്ക് ഈ കുടുംബത്തെയും ഈ രാജാവിനെയും നാട് കടത്തുക എന്നുള്ളതാണ് മറ്റൊരു സമ്പ്രദായം. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, സ്വന്തം താല്പര്യത്തിന് വേണ്ടി ആ നാടിനെ ഭരിച്ച ആ രാജാവ് അവസാനമാകുമ്പോഴേക്കും ആ മറ്റുള്ള നാട്ടിലേക്ക്, അഥവാ മറ്റൊരു ദ്വീപിലേക്ക് നാട് കടത്തും എന്ന് ഭയപ്പെട്ടിരുന്നു. കാരണം അവിടെ ആ മനുഷ്യരെ കൊന്നെടുക്കുന്ന മൃഗങ്ങളൊക്കെ ആയിരുന്നു ആ ദ്വീപിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവർക്കിടയിൽ ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു രാജാവ് കടന്നു വരികയാണ്. ആ രാജാവ് ആദ്യം തന്നെ ഭരണം ഏറ്റെടുത്ത അന്ന് തന്നെ ഒന്നാമതായിക്കൊണ്ട് കൽപ്പിച്ചത് എന്താണെന്നറിയോ? തൻ്റെ ഭരണകാലം കഴിഞ്ഞാൽ നാട് കടത്തപ്പെടുന്ന ആ ദ്വീപിലേക്ക് കുറച്ച് ആളുകൾ പറഞ്ഞയക്കുകയാണ്. അവിടെയുള്ള മൃഗങ്ങളെയും അതുപോലെ തന്നെ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ മാറ്റി അവിടെ ആളുകളെ പാർപ്പിച്ച് നല്ല ജനവാസമുള്ള ആളുകൾ അങ്ങോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്ന രൂപത്തിൽ ആ ദ്വീപിനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. കേവലം കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും ആ രാജാവ് സ്വന്തം നാട്ടുകാരോട് പറയാണ്, ഇനി ഞാൻ ഈ നാട് ഭരിക്കുന്നില്ല, ഇനി എന്നെ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ആ നാട്ടിലേക്ക് നാട് കടത്തിക്കൊള്ളൂ, ഞാൻ അങ്ങോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരു ചെറിയൊരു കഥയാണ്.
ഇതിലൂടെ നമുക്ക് വലിയൊരു ഗുണപാഠം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ ഭരണകാലം കഴിഞ്ഞ് തന്നെ നാട് കടത്തപ്പെടുന്ന വേറൊരു നാടുണ്ട്. ആ നാടിനെ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് ഭയപ്പെടുന്ന ഒരു മനുഷ്യർ, അഥവാ കഴിഞ്ഞു പോകുന്ന രാജാക്കന്മാർ, കഥയിലുള്ള രാജാക്കന്മാർ. എന്നാൽ ബുദ്ധിമാനായിട്ടുള്ള രാജാവ് കടന്നു വന്ന് ആ നാടിനെ എല്ലാ അർത്ഥത്തിലും സുന്ദരമാക്കിയതിന്റെ ശേഷം അങ്ങോട്ട് പോകുവാൻ ആഗ്രഹിച്ചു. അവിടെയുള്ള ആ സുഖങ്ങളും സൗകര്യങ്ങളും നേടിയെടുക്കുവാൻ അവൻ വല്ലാതെ ആഗ്രഹിച്ചു ആ രാജാവ്. ഇതാണ് ഒരു മനുഷ്യന്റെ ദുനിയവിയായ ജീവിതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗിച്ച് ആ പടച്ച റബ്ബിനെ മറന്നുകൊണ്ടുള്ള നമ്മുടെ മരണം വരെ ഓരോ മനുഷ്യരും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനം മരിക്കുകയാണ് എന്ന ആ ഒരു സമയമെത്തിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇനി എനിക്ക് കുറച്ചു കാലം കൂടിയേ എനിക്ക് ഈ ദുനിയാവിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് അവൻക്ക് അറിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ അനുഭവിക്കാൻ ബാധ്യസ്ഥനായാൽ, അവൻ ഇങ്ങനെ വേവലാതിപ്പെടുകയാണ്, ആശങ്കപ്പെടുകയാണ്. ആ സമയത്ത് അവർ പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തിലൊക്കെ സജീവതയാകുകയാണ്. അതിന് യാതൊരു അർത്ഥവുമില്ല. അവൻ ഭയപ്പെടുകയാണ്. മരണത്തെയും ബർസഖിന്റെ ലോകത്തെയും പരലോകത്തെയും ഒക്കെ വിചാരണയും ഒക്കെ അവൻ ഭയപ്പെടുകയാണ്. എന്നാൽ കഥയിൽ ബുദ്ധിമാനായ രാജാവ് കടന്നു വന്നതുപോലെ നമ്മളെല്ലാവരും ബുദ്ധിയുള്ള ആളുകളാവണം. അതാണ് വിശുദ്ധ ഖുർആനിൽ മറ്റൊരു പ്രത്യേകതയായി കൊണ്ട് പറഞ്ഞത്, ലഅല്ലക്കും തഅഖീലൂൻ എന്നാണ് പറഞ്ഞത്. ഓരോ ദൃഷ്ടാന്തങ്ങളും അത് ചിന്തിക്കുന്ന ആളുകൾക്കാണ് ദൃഷ്ടാന്തമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകപ്പെടുന്ന ഏത് അനുഗ്രഹങ്ങളാണെങ്കിലും ആ അനുഗ്രഹങ്ങൾക്കൊക്കെ ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ആ സ്വർഗത്തിലേക്ക് എത്തുവാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കും. അവിടെ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരുക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എനിക്കൊന്ന് വന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ രണ്ട് വിഭാഗത്തിൽ നമ്മൾ എവിടെയാണ് ഉൾപ്പെട്ട് കിടക്കുന്നത് ഇപ്പോ? ഇനി അവിടെ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാകേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റിക്കൊണ്ട് യഥാവിധി വിശ്വാസികൾ ആരാണോ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയം വിശുദ്ധ ഖുർആനിലൂടെ മാറാം എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഈ ഒരു പരിശുദ്ധ റമളാൻ മാസം വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തുന്ന ഒരു മാസമാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആൻ അവതീർണമാക്കപ്പെട്ട മാസമാണ്. അതോടൊപ്പം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, 1000 മാസങ്ങളെക്കാളും പുണ്യമുള്ള ഒരു രാവുണ്ട്, ലൈലത്തുൽ ഖദർ ഉണ്ട്. ആ രാവിലാണ് ആ വിശുദ്ധ ഖുർആൻ അവതീർണമാക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ചേർത്ത് പിടിക്കണം എന്ന് നമ്മൾ റമളാൻ 1 മുതൽ ഒരുപാട് ക്ലാസുകളിലൂടെ നമ്മൾ കേട്ടു, ഒരുപാട് ഖുതുബകളിലൂടെ നമ്മൾ കേട്ടു. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ വിശുദ്ധ ഖുർആൻ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചോദിക്കേണ്ടതാണ്. നോക്കൂ നിങ്ങൾ, സമയം വളരെ പെട്ടെന്നാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇന്നലകളിൽ കഴിഞ്ഞതുപോലെ റമളാൻ 1 സ്വീകരിച്ചതുപോലെയാണ് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത്. ഇന്നിതാ 26ാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. എത്ര പെട്ടെന്നാണ്! ആദ്യത്തെ 10 കഴിഞ്ഞു, രണ്ടാമത്തെ 10 കഴിഞ്ഞു, മൂന്നാമത്തെ 10ന്റെ പകുതിയും കഴിഞ്ഞു. മനുഷ്യർ അറിയുന്നില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സത്യമാണ്. അതെന്താണ് ആ സത്യം? അവസാന കാലഘട്ടം എത്തിയാൽ എന്റെ ഉമ്മത്തിന് സമയം വളരെ പെട്ടെന്ന് കടന്നു പോകുന്നതായിട്ട് അനുഭവപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈ റമളാൻ നമ്മൾ അനുഭവിക്കുന്നതും. ഇന്നലകളിൽ കഴിഞ്ഞതുപോലെയാണ് നമ്മൾ റമളാൻ തുടങ്ങിയതും അതിന്റെ ആരംഭങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. എന്നാൽ സത്യം എന്ന് പറയുന്നത് നമ്മളോട് വിട ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഏതാനും എണ്ണപ്പെട്ട ദിവസങ്ങളാണ് നമ്മളിലുള്ളത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ദിവസങ്ങൾ, മാസങ്ങൾ, മണിക്കൂറുകൾ എല്ലാം ഇങ്ങനെയാണ്. വളരെ പെട്ടെന്ന് മനുഷ്യൻ അറിയാതെ ഇങ്ങനെ കടന്നു പോകുന്നു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്ന സത്യമാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങൾ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. ആ 5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങളുടെ ഭൗതിക ലോകത്ത് 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനുണ്ട്. അത് വരുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? പാരത്രിക ലോകത്തേക്ക് വിജയിക്കാൻ ആസ്പദമായിട്ടുള്ള 5 കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. ഒന്നാമത്തേത് യുവത്വം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. നാളെ പരലോകത്ത് ഒരു തണലും ലഭിക്കാത്ത ഒരു സമയം നമുക്ക് വരാനുണ്ട്. നമ്മളെ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് ഒരു തണലും ഉണ്ടാവില്ല അള്ളാഹുവിന്റെ തണലല്ലാതെ. അള്ളാഹുവിന്റെ തണൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വിഭാഗത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അതിലുള്ള ഒന്നാമതായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണിയത് ആരെയാണെന്നോ? യുവത്വ കാലഘട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവരാണ് എന്നുള്ളതാണ്. കാരണം അതിന്റെ ശേഷമാണ് വാർദ്ധക്യം എന്ന കാലഘട്ടം വരുന്നത്. അത് വരുന്നതിന്റെ മുമ്പ് യുവത്വം അത് ദീനിന്റെ മാർഗത്തിലാക്കാൻ നമുക്ക് കഴിയണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അവിടെ നമുക്ക് കുട്ടിക്കാലം ഉണ്ടാകും, യുവത്വ കാലഘട്ടം ഉണ്ടാകും, വാർദ്ധക്യ കാലഘട്ടം ഉണ്ടാകും. എവിടെയായിരുന്നാലും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മുടെ കാതുകളിലേക്ക് കേൾക്കുമ്പോൾ ആ ആയത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എന്തൊക്കെയാണ്, അവിടെയൊക്കെ നമ്മുടെ ജീവിതവുമായി കൊണ്ട് പൊരുത്തക്കേടുണ്ടെങ്കിൽ അത് മാറ്റിക്കൊണ്ട് ആ ആയത്തിനോട് കൂറു പുലർത്തുക എന്നുള്ളതാണ്. അങ്ങനെ യുവത്വത്തെ ധന്യമാക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് യുവത്വം അല്ലാഹുവിന്റെ മാർഗത്തിലാക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തേത് ആരോഗ്യമാണ്. വസിഹതക ഖബ്ല സഖ്മിക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നീ രോഗിയായി പോകുന്ന ഒരു അവസ്ഥ വരുന്നതിന്റെ മുമ്പ് ആരോഗ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്നാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണുള്ളത് അല്ലെ? രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഡോക്ടറെ പോയി കണ്ട് ചെക്കപ്പ് ഒക്കെ നടത്തുമ്പോൾ ആ സമയം മുതൽ നമ്മൾ അറിയാണ് മാറാ രോഗത്തിന്റെ അടിമയാണ് എന്നുള്ളത്. അങ്ങനെ ചെറിയ കുട്ടികൾ മുതൽ വലിയവർ, മുതിർന്നവർ, പ്രായം ചെന്നവർ അവരൊക്കെ ഒരു ചെക്കപ്പ് കഴിഞ്ഞതിന്റെ ശേഷം മാറാ രോഗത്തിന്റെ അടിമയാണ് എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന, ഓരോ മണിക്കൂറുകളിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണം. അത് ഈ റമളാനിൽ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തിയോ? ആ ആരോഗ്യം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താ? വഗിനാക ഖബ്ല ഫഖ്രിക. നീ ഫഖീറായി പോകുന്നതിന്റെ മുമ്പ് നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമ്പത്ത് അത് എത്ര കൂടുതലാണെങ്കിലും എത്ര കുറച്ചാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നിനക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നിനക്ക് സാധിക്കണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നൽകപ്പെടുന്ന സമ്പത്തും അതുപോലെ തന്നെ മനുഷ്യന് നൽകുന്ന സൗന്ദര്യമൊക്കെ എന്ന് പറയുന്നത് അത് ളില്ലുൻ സായിലുൻ എന്നാണ്. നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നിഴല് പോലെയാണ് എന്നാണ് പറയുന്നത്. അഥവാ അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. അവരാണ് വിജയിച്ച ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ ഈ സമ്പത്തിലൂടെ സ്വതകകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ റമളാനിൽ സ്വതകകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ സമ്പത്തിനെ നല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാലാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണെന്നറിയോ? വഫറാഗക ഖബ്ല ശുഅലിക. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അടിവരയിടേണ്ടത്. പ്രത്യേകിച്ച് റമളാനിൽ നമ്മൾ ഒഴിവ് സമയം പരമാവധി നമ്മൾ കണ്ടെത്താറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആലോചിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിവ് സമയം കണ്ടെത്തുന്നത്? ഒരുപക്ഷെ നമ്മൾ ഉറങ്ങാനായിരിക്കും, അതല്ലെങ്കിൽ സമയം പോയി കിട്ടുന്നതിന് വേണ്ടി, വൈകുന്നേരം ആക്കി തീർക്കുന്നതിന് വേണ്ടി പല രൂപത്തിലുള്ള മൊബൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സമയം പോയി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പലതും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അവിടെയാണ് വിശുദ്ധ ഖുർആൻ കേൾക്കാൻ നമുക്ക് സമയമുണ്ടോ? പാരായണം ചെയ്യാൻ സമയമുണ്ടോ? ഉറങ്ങാനല്ല, കൂടുതൽ സമയം ആരാധനകൾ മുഴുകാനാണോ നമ്മൾ സമയം ഉപയോഗപ്പെടുത്തുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചവരാണ്. അതാണ് ഈ റമളാനിൽ നമ്മൾ ഒഴിവ് സമയങ്ങൾ പരമാവധി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത്. ഈ അവസാനത്തെ സന്ദർഭങ്ങൾ നമ്മൾ എത്തി നിൽക്കുമ്പോൾ പിറകോട്ടൊന്ന് നോക്കിക്കൊണ്ട് നമ്മളൊന്ന് ചോദിക്കുക, കഴിഞ്ഞ നോമ്പുകളിൽ
കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രൂപത്തിൽ ഈ സമയത്തെയും എന്റെ ആരോഗ്യത്തെയും എന്റെ യുവത്വത്തെയും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അഞ്ചാമതായി കൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയോ? വഹയാതക ലിമൗതിക, നീ നിന്റെ ജീവിതത്തെ തന്നെ ഉപയോഗപ്പെടുത്തണം. ലിമൗതിക, നിന്റെ മരണത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അഥവാ യുവത്വം നന്നാക്കിയാൽ ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കോടതിയിൽ വിജയിക്കുന്നതിന് വേണ്ടി ആരോഗ്യം അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യരാണ്, യഥാർത്ഥ വിശ്വാസികളാണ്. സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണ്. അതുപോലെ തന്നെ ഒഴിവ് സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണ്. അങ്ങനെ നിന്റെ ജീവിതത്തെ തന്നെ നീ ഉപയോഗപ്പെടുത്തണം, നിന്റെ മരണത്തിന് ശേഷം നിനക്ക് വിജയം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ സമയങ്ങളൊക്കെ ഈ കഴിഞ്ഞ റമളാനുകളിൽ നമുക്ക് സാധിച്ചിട്ടില്ല, അതല്ലെങ്കിൽ ചില പോരായ്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യരാണ്, സംഭവിച്ചേക്കാം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള എണ്ണപ്പെട്ട ദിവസങ്ങളും കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ആ സമയങ്ങളിലും വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കാനും അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാനും അത് പാരായണം ചെയ്യുവാനും നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹുവിന്റെ അടുക്കലുള്ള വിജയം എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ നമുക്ക് കാണുവാൻ സാധിക്കും, മാ ഖദ്ദമത്തിൽ ഗദിൻ എന്ന, മാ ഖദ്ദമത്തിൽ ഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോ ശരീരവും ആലോചിക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മളൊന്ന് ചിന്തിക്കുക പ്രിയമുള്ളവരെ. ഈ റമളാൻ നമ്മളിൽ നിന്ന് വിട പറയുമ്പോ നമുക്കറിയാം, മൻ സാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി എന്ന ഹദീസ് നമ്മൾ കേട്ടതാണ്. മൻ ഖാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന ഹദീസ് നമ്മൾ കേട്ടതാണ്. ആരെങ്കിലും ഒരു നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയുള്ള നോമ്പ്? അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഒരു നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു നോമ്പാണോ നമുക്കേവർക്കും അനുഷ്ഠിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള സമയങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാത്രികൾ നമ്മൾ നമസ്കരിക്കുന്ന നമ്മുടെ നമസ്കാരങ്ങൾ, തറാവീഹുകൾ, ജമാഅത്ത് നമസ്കാരങ്ങൾ, ഫർദ് നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, ഇത്തരത്തിലുള്ള ഓരോ കർമ്മങ്ങളും ഓരോ ആരാധനകളും മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യാം, അതല്ലെങ്കിൽ അവരൊക്കെ പള്ളിയിൽ പോകുന്നത് കൊണ്ട് ഞാൻ പോകാതിരുന്നാൽ എന്തു പറയും മറ്റുള്ളവർ എന്നാലോചിച്ചുകൊണ്ടാണോ നമ്മൾ പള്ളിയിലേക്ക് പോയത്? അതല്ല, അള്ളാഹുവിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ഒരുപക്ഷെ എന്റെ റബ്ബ് എനിക്ക് നൽകുന്ന അവസാനത്തെ അവസരമായിരിക്കാം, അത് ആഗ്രഹിച്ചുകൊണ്ട് അത് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന് വേണ്ടിയിട്ടാണോ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നുള്ള വലിയൊരു ചോദ്യം നമ്മുടെ ശരീരത്തിനോട് ചോദിക്കേണ്ട സമയമാണിത്. അവിടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇനിയും ഇതാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇനിയും എണ്ണപ്പെട്ട ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ നമുക്ക് മാറുവാൻ നമുക്ക് സാധിക്കണം. അതാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹദീദിൽ 2 ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ആയത്ത് എന്നറിയോ? 16-ാമത്തെ സൂക്തം. അലം യഇനി ലില്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. അലം യഇനി ലില്ലദീന ആമനു, വിശ്വാസികളെ ഇനിയും നിങ്ങൾ എന്താണ് സമയം വൈകിപ്പിക്കുന്നത്? ഇനിയും നിങ്ങൾ ആരെയാണ് കാത്തു നിൽക്കുന്നത് എന്ന രൂപത്തിലുള്ള ചോദ്യമാണ്. ഈ ആയത്ത് സ്വഹാബത്തിന് ഇറങ്ങുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സന്ദർഭമുണ്ട്. ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അധികമൊന്നും കാലമായിരുന്നില്ല. അതിനർത്ഥം എന്താ? അവർക്കിടയിൽ എന്തൊക്കെയോ ചില സ്വാരസ്യങ്ങൾ ഉണ്ടായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്താണത്. അലം യഇനി ലില്ലദീന ആമനു, നിങ്ങൾ ആരെയാണ് പ്രതീക്ഷിക്കുന്നത് വിശ്വാസികളെ? നിങ്ങൾ ആരെയാണ് കാത്തു നിൽക്കുന്നത് വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അവരെ ചോദിക്കുകയാണ്. എന്നിട്ട് തൊട്ടടുത്ത വചനങ്ങളിൽ പറഞ്ഞത് എന്താ? അൻ തഖ്ശഅ ഖുലൂബഹും ലിദിക്രില്ലാ, നിങ്ങളുടെ ഹൃദയങ്ങൾ വഴിപ്പെടാൻ, അള്ളാഹുവിന്റെ ഓർമ്മകളിലേക്കും സ്മരണകളിലേക്കും വഴിപ്പെടാൻ നിങ്ങൾ ഇനിയും ആരെയാണ് കാത്തു നിൽക്കുന്നത്? വമാ നസല മിനൽ ഹഖ്, നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ള ഒരു സത്യമുണ്ട്. ആ സത്യം ഏതാ? വിശുദ്ധ ഖുർആനാണ്. പ്രിയമുള്ളവരെ, ഈ റമളാനിൽ നമ്മൾ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സ്വഭാവമുണ്ട്, അതല്ലെങ്കിൽ ഒരു ചിന്തയുണ്ട്, കുറച്ച് കഴിയട്ടെ, അതല്ലെങ്കിൽ ആദ്യത്തെ 10 കഴിഞ്ഞ് രണ്ടാമത്തെ 10-ലാകാം, രണ്ടാമത്തെ 10 കഴിഞ്ഞ് മൂന്നാമത്തെ 10-ലാകാം എന്നൊക്കെയുള്ള പിശാചിന്റെ പല തോന്നലുകളിൽ നമ്മൾ അടിമപ്പെട്ടുകൊണ്ട് അങ്ങനെ മാറ്റിവെക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, മാറ്റിവെച്ചവരാണ് എന്നുണ്ടെങ്കിൽ ഈ ആയത്തിനെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അലം യഇനി ലില്ലദീന ആമനു, വിശ്വാസികളെ നിങ്ങൾ എന്തിനെയാണ് ഇനിയും വൈകിപ്പിക്കുന്നത്? ഇനിയും ആരെയാണ് കാത്തു നിൽക്കുന്നത്? അള്ളാഹുവിന്റെ ഓർമ്മകളിലേക്കും അള്ളാഹുവിന്റെ സ്മരണകളിലേക്കും
വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങാൻ ഇനിയും എന്താണ് നിങ്ങൾ സമയം വൈകിപ്പിക്കുന്നത്? അതിന്റെ ശേഷം പറഞ്ഞത് എന്താ? നിങ്ങൾ ഒരിക്കലും ആയിക്കൂടാ വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സ്വഹാബത്തിനാണ് ഈ ആയത്തിറക്കുന്നത്. നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു സമുദായമുണ്ട്. ആ സമുദായത്തിന്റെ പ്രത്യേകത അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമായവരാണ്. അവർക്ക് വേദഗ്രന്ഥം നൽകിയിരുന്നു, പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടിരുന്നു. എന്നിട്ടും അവരെയൊക്കെ തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ, അവരെയൊക്കെ കളിയാക്കിയതിന്റെ പേരിൽ, അവരെയൊക്കെ കളവാക്കിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമായിരുന്നു. ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും. ഒരു കാലഘട്ടം അങ്ങോട്ട് കഴിഞ്ഞു പോയപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്നുള്ളതാണ്. പ്രിയമുള്ളവർ, ഈ ആയത്ത് നമ്മൾ കേൾക്കുമ്പോൾ ഫഖസത് ഖുലൂബുഹും എന്നുള്ളത് നമ്മൾ അടിവരയിടണം. അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങാത്ത ഹൃദയങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയവരാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നിടത്ത് കാണാൻ സാധിക്കും. സൂറത്ത് ബഖറയിൽ സുമ്മ ഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഏതുപോലെ? ഫഹിയ കൽ ഹിജാറ, ഒരു പാറക്കല്ല് പോലെ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയും പ്രത്യേകതയും കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ ഒരു ഉദാഹരണം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആ ഉദാഹരണം നമുക്ക് അറിയിച്ചു തരുന്ന, അതല്ലെങ്കിൽ അത് നമുക്ക് എത്തിച്ചു തരുന്ന ആ ഒരു സത്യം, ആ ഒരു ഗുണം നമ്മളും കൂടി മനസ്സിലാക്കണം. ഒരു പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളത്തെ നിനക്ക് ഒരു പക്ഷെ കണ്ടെത്താൻ പറ്റും. അതാണ് ആയത്തിൽ പറയുന്നത്. വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? നിനക്കൊരു പക്ഷേ പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളത്തെ കണ്ടെത്താൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ചെറിയ നന്മ പോലും ഹൃദയം കടുത്തുപോയിട്ടുള്ള ആളുകളുടെ മനസ്സിൽ നിന്ന് കണ്ടെത്താൻ പറ്റില്ല എന്നാണ്. അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് വേദഗ്രന്ഥം നൽകിയിരുന്നു, പ്രവാചകന്മാരെ നൽകിയിരുന്നു. പക്ഷേ അതിനെയൊക്കെ അവർ കളവാക്കിയത് കൊണ്ടാണ് അവർക്ക് അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായത് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ വിശുദ്ധ ഖുർആനുമായി കൊണ്ട് നമ്മൾ ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധ റമളാനിൽ അവസാനത്തെ സന്ദർഭങ്ങൾ നമ്മൾ എത്തി നിൽക്കുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആനിനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇനിയുള്ള സമയങ്ങളിൽ അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. എങ്ങനെയൊക്കെ? അത് വായിക്കുന്ന വിഷയത്തിൽ ലോകത്ത് വേറെ ഒരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത പ്രതിഫലമാണ്. അത് വെറുതെ അർത്ഥമറിയാതെ പാരായണം ചെയ്താൽ പോലും അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ആ ആയത്തുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഒരായത്തെങ്കിലും ഓതിക്കൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസികളും ഈമാൻ പൂർത്തിയായവരുമാണ്. ആയത്തുകൾ ഓതിയിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു കണ്ണുനീര് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഫാത്തിഹ പോലും അവിടുന്ന് പാരായണം ചെയ്തുകൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ്. അതിനർത്ഥം എന്താ? അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത് കൊണ്ട്, അതിന്റെ വിശദീകരണം മനസ്സിലാക്കിയത് കൊണ്ട്, അവിടുത്തെ തഖ്വ കൊണ്ടും ഖുശൂ കൊണ്ടുമായിരുന്നു. അങ്ങനെയുള്ള തഖ്വയും ഖുശൂവും അർത്ഥം മനസ്സിലാക്കലും പഠിക്കലുമാണ് ഈ പരിശുദ്ധ റമളാനിൽ നമുക്കുണ്ടാകേണ്ടത്. ഓരോ ആയത്തുകൾ തദബ്ബുർ ചെയ്യണം, ചിന്തിക്കണം. എന്താണ് എനിക്ക് വരാനുള്ളത് നമ്മൾ ആലോചിക്കണം. അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ റമളാനിൽ നമുക്ക് ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. ഞാനിതിങ്ങനെ ആവർത്തിച്ചു പറയുന്നത്, ഇങ്ങനെ മാറ്റിവെച്ചവരുണ്ടാവാം. ആ മാറ്റിവെച്ചവർ ഇനിയും നമുക്ക് സമയമുണ്ട്. അത് നമ്മൾ ഒരിക്കലും പാഴാക്കരുത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അല്ലാഹുവിന്റെ അടുക്കലിൽ നാളെ പരലോകത്ത് സ്വർഗത്തിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടത്തിവിടുന്ന നോമ്പുകാരുണ്ട്, പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. സഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്കതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് ഏറെ ശ്രേഷ്ഠമാക്കപ്പെട്ട മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് നമുക്കറിയിച്ചു തന്നത് സ്വഹാബത്തിന്റെ മനസ്സുകളാണ്. ആ സ്വഹാബത്തിനെ മാറ്റിയെടുത്തത് അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പടുകയിലാണ്ടിയിട്ടുള്ള ഒരു ജനതയിൽ നിന്നാണ്. അവിടെ മാറ്റിയെടുത്തത് വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളാണ്. അതാണ് സൂറത്ത് അൻഫാലിലുള്ള ആയത്ത് നമുക്ക് ഗുണപാഠമാകേണ്ടത്. ഇന്നമൽ മുഅ്മിനൂൻ الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. അവിടെ പറഞ്ഞത് എന്താ? വിശ്വാസികളായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ കാതുകളിലേക്ക് ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകും. അതുപോലെ തന്നെ അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കണം.
അതിനു വേണ്ടിയിട്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ നമ്മൾ കേൾക്കേണ്ടതും അത് പാരായണം ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ആ പ്രവാചകന്മാർ ആ സ്വഹാബത്തിൽ ഉണ്ടാക്കിയ മാറ്റം നമുക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാത്ത ആരുണ്ടാവില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാത്ത ആരും തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഉക്കാവ എന്ന പട്ടണത്തിൽ ആളുകൾ ഭയപ്പെട്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഉമർ. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് ഇന്നിതാ നമ്മൾ ഈ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ഓർക്കുമ്പോൾ പേരിന്റെ കൂടെ റളിയല്ലാഹു അൻഹു, അവർ അള്ളാഹുവിനെയും അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന രൂപത്തിലേക്ക് വിശുദ്ധ ഖുർആൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലേ, ഊരിപ്പിടിച്ച വാളുമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിന് വേണ്ടി യാത്ര തിരിക്കാൻ ആ സമയത്താണ് ആളുകൾക്കിടയിൽ നിന്ന് പറയുന്നത് സ്വന്തം സഹോദരി ഇസ്ലാമിലേക്ക് കടന്നുപോയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ സഹോദരിയുടെ വീട്ടിലെത്തിയപ്പോ ത്വഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതി വൽ ഉലാ എന്ന് തുടങ്ങുന്ന സൂറത്തു ത്വാഹയുടെ ആദ്യത്തെ വചനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ആ പ്രകൃതമായിട്ടുള്ള ആ ഹൃദയത്തിന്റെ ഉടമയായിട്ടുള്ള ആ മനുഷ്യന്റെ ഹൃദയം ലോലമാവുകയാണ്. അവിടെ ഹൃദയം നടുങ്ങിപ്പോവുകയാണ്. ആ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ചു പോവുകയാണ്. എനിക്ക് ഇസ്ലാമിലേക്ക് കടക്കണം, എനിക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം, എനിക്ക് ഇസ്ലാം അംഗീകരിക്കണം എന്ന് സ്വന്തം സഹോദരിയോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇത് വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റമാണ്. നമ്മളിത് കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് മാറ്റമില്ല, നമുക്ക് കുലുക്കമില്ല. നമ്മുടെ മനസ്സുകൾ കുലുങ്ങണം, നമ്മുടെ മനസ്സുകൾ കുലുങ്ങണം. വിശ്വാസികളുടെ മനസ്സുകൾ കുലുങ്ങുമായിരുന്നു എന്നാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ള ഈ വർത്തമാനം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വർത്തമാനമാണ്. ആവർത്തിത വചനങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. വിശ്വാസികളുടെ കാതുകളിലേക്ക് ഇത്തരത്തിലുള്ള ആയത്തുകൾ കേട്ടുകഴിഞ്ഞാൽ അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളും അള്ളാഹുവിന്റെ അടുക്കലേക്ക് വളരെ പെട്ടെന്ന് ഖേദിച്ചു മടങ്ങുന്നവരാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. നമ്മുടെ മനസ്സുകളിലേക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലാക്കി ഖേദിച്ച് മടങ്ങുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. പ്രത്യേകിച്ച് അവസാനത്തെ പത്തിൽ മഗ്ഫിറത്തിനെ ധാരാളം ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന സമയങ്ങളാണ്. അള്ളാഹുവിനോട് ധാരാളം ചോദിക്കുക. അത് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ ആവശ്യപ്പെട്ടതുപോലെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ സ്വർഗം നേടിയെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വിശുദ്ധ ഖുർആനുമായി കൊണ്ട് നമുക്കൊരു സ്നേഹം ഉണ്ടാകണം, ഒരു അടുപ്പം ഉണ്ടാകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ നിന്ന് നല്ല നല്ല സ്വഭാവങ്ങൾ ഇന്നക്ക് കണ്ടെത്താൻ പറ്റുമെന്നാണ്. നല്ല സ്വഭാവങ്ങൾ കണ്ടെത്താൻ പറ്റുമെന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ശംസിലുള്ള ആയത്തുകളാണ് പറയുന്നത്. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. അവിടെ പറയുന്നത് എന്താ? ആ ആയത്തിൽ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യനെ സംവിധാനിച്ച ആത്മാവിനെ തന്നെയാണ് സത്യം. ആ മനുഷ്യന്റെ ആത്മാവിൽ എന്തുണ്ട്? അവിടെ ഫുജൂറുകളുമുണ്ട്, അതുപോലെ തന്നെ ധർമ്മങ്ങളുമുണ്ട്. ധർമ്മവുമുണ്ട്, അധർമ്മങ്ങളുമുണ്ട്. ഫുജൂറുകളെ അത് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നത് മറ്റുള്ളവരെ കുറ്റം പറയുക, അതുപോലെ തന്നെ ഈബത്ത് പറയുക, നമീമത്ത് പറയുക, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ നാവുകൾ സംസാരിക്കുക, കളവ് പറയുക, ചതിക്കുക, വഞ്ചിക്കുക, ഇതൊക്കെയാണ് ഫുജൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ നോമ്പ് സ്വീകരിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നോമ്പ് എന്ന് പറഞ്ഞാൽ അത് കേവലം ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ല. ലഘുവിൽ നിന്നും റഫത്തിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. വേണ്ടാത്ത വർത്തമാനങ്ങളിൽ നിന്ന്, വേണ്ടാത്ത സംസാരങ്ങളിൽ നിന്ന്, വേണ്ടാത്ത ചിന്താഗതികളിൽ നിന്ന്, ഹറാമാക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ അവൻക്ക് പറയാം ഇന്നി സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയാൻ അവൻക്ക് അവകാശമുണ്ട്. നേരെ മറിച്ച് നമ്മളെല്ലാം പറയും, ഒരു തമാശ രൂപത്തിൽ പറയും, നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നോമ്പായി പോയി, ഇനി ഞാൻ ബാക്കി പറയുന്നില്ല എന്ന് പറയും. അതൊരിക്കലും ശരിയല്ല, അതൊരിക്കലും ശരിയല്ല. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാ കഴിവിന്റെ പരമാവധി നമ്മൾ സൂക്ഷിച്ചു. അതിന്റെ ശേഷം നമ്മളെ ശല്യപ്പെടുത്തുന്നതിന് വേണ്ടി വേറെ ഏതെങ്കിലും രൂപത്തിൽ ആളുകൾ നമ്മളെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ പറയേണ്ടത്, അവിടെയാണ് നമ്മുടെ നോമ്പ് പരിചയാകേണ്ടത്. ഇന്നി സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ്. അതല്ലാതെ പറയേണ്ടതൊക്കെ പറഞ്ഞ് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളിലൊക്കെ പോയി ഇരുന്നു കൊണ്ട് അവസാനം വെച്ചുകൊണ്ട് നോമ്പായി പോയി ഞാൻ ബാക്കി പറയുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സുംത, നീ നോമ്പ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ സമഉക, നിന്റെ കാതുകൾ നോമ്പുകാരനാകണം. വബസറുക, നിന്റെ കാഴ്ചകൾ നോമ്പുകാരനാകണം. നിന്റെ നാവുകൾ, ആ നാവ് നോമ്പുകാരനാവണം. അനിൽ കദിബി വൽ മഹാരിം,
നിഷിദ്ധമാക്കപ്പെട്ട ഹറാമാക്കപ്പെട്ട എല്ലാ കളവുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അങ്ങനെ ഒരു നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവനാണ് യഥാർത്ഥത്തിൽ നോമ്പുകാരൻ. അതല്ലാതെ കേവലം അത്തായം തൊട്ട് നോമ്പ് തുറക്കുന്നത് വരെ ഭക്ഷണപാനീയങ്ങൾ മാറ്റി നിർത്തലല്ല യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ നമുക്ക് നിർവഹിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ നോമ്പിലൂടെ ഈ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവരാണ് യഥാർത്ഥ വിജയികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഒരുപാട് സ്വഹാബികൾ അവരുടെയൊക്കെ ജീവിത ചരിത്രത്തിൽ അവരെ മാറ്റിയതും ആ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്റെ വിശ്വാസം ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശത്രുക്കളുടെ മുന്നിൽ പതറാതെ നിർത്തുവാൻ അവർക്ക് ധൈര്യം കൊടുത്തത് വിശുദ്ധ ഖുർആനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് അങ്ങനെയാകണം വിശുദ്ധ ഖുർആനുമായി കൂടെ നമ്മുടെ ഒരു സമീപനവും. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടുന്ന് എന്താ അവിടുത്തെ സ്വഭാവം എന്ന് പറയുന്നത് ഖുർആനായിരുന്നു എന്നാണ്. നമ്മുടെ സ്വഭാവം അവന്റെ സ്വഭാവം ഖുർആനാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിനൊരു കാരണമാകണം പ്രിയമുള്ളവരെ ഈ ഒരു വിശുദ്ധ റമളാനിന്റെ ഈ അവസാനത്തെ സന്ദർഭങ്ങളിലും അതുപോലെ കഴിഞ്ഞു പോയ കർമ്മങ്ങളൊക്കെ അതിനൊരു ഉത്തരമാകട്ടെ എന്നൊരു പ്രാർത്ഥന കൂടിയാണ് ഇത്തരത്തിലുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാം പരലോകത്ത് ഒരുപാട് സന്ദർഭങ്ങളും അതുപോലെ തന്നെ ഘട്ടങ്ങളും കഴിഞ്ഞു പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. ഒരുപാട് സമയങ്ങളും ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോകേണ്ടവരാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ കരയാണ് ഇരുന്ന് കണ്ട്. അപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിക്കുകയാണ്, അല്ലയോ ആയിഷ എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, പരലോകത്ത് നേരിടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് അറിയിച്ചു തന്നത്, അത് ആലോചിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞുപോയതാണ്. എന്നിട്ട് തിരിച്ചു ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, പരലോകത്ത് വെച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളെയൊക്കെ ഓർക്കുമോ? ആ സമയത്ത് ലോകത്തിന്റെ നായകനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതെന്നറിയോ? 3 സന്ദർഭങ്ങളിൽ ഒരാളും ഒരാളെയും ഓർക്കുകയില്ല എന്നാണ്. 3 സന്ദർഭങ്ങൾ ഓരോ മനുഷ്യനും പരലോകത്ത് വരാനുണ്ട്. ഒന്നാമത്തേത് അവന്റെ കർമ്മങ്ങൾ മീസാനിൽ വെച്ച് തൂക്കപ്പെടുന്ന ഒരു സമയം. ആ സമയത്ത് എന്റെ കാര്യം ഞാനൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് ആശങ്കപ്പെടുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഒരാളും ഒരാളെയും ഓർക്കുകയില്ല. മക്കളെന്നോ മാതാപിതാക്കളെന്നോ സഹോദരിമാരോ സഹോദരന്മാരോ അയൽവാസികളോ ബന്ധുക്കളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഞാൻ രക്ഷപ്പെടണം എന്ന ചിന്തയായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. നമുക്കൊക്കെ പരിചയമുള്ള ഒരു സൂറത്തുണ്ടല്ലോ, അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ അഹ്നിൽ മൻഫൂസ് ഫഅമ്മാ മൻ തഖുലത് മവാസീനുഹു. ആ സമയത്ത് ആരുടെ തുലാസാണോ കനം തൂങ്ങപ്പെടുന്നത്, ഫഹുവ ഫീ ഐശത്തി റാദിയ, അവൻ അല്ലാഹുവിന്റെ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും. ഇനി വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു, ഇനി ആരുടെ തുലാസാണോ ഏറ്റവും കൂടുതൽ കനം കുറഞ്ഞു പോകുന്നത്, ഫഉമ്മുഹു ഹാവിയ, അവന്റെ സങ്കേതം ഹാവിയയായിരിക്കും. വമാ അദ്റാക മാ ഹിയ, ഹാവിയ എന്നാൽ എന്താണ് നിനക്കറിയുമോ? നാറുൻ ഹാമിയ, ചൂടേറിയിട്ടുള്ള നരകാഗ്നിയാണത്. അപ്പൊ തുലാസ് കനം കുറഞ്ഞു പോയാൽ അവന്റെ സങ്കേതം നരകത്തിലാണ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഈ സൂറത്ത് നമുക്കറിയാം. പക്ഷെ ഈ ഒരു അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മളൊന്ന് പാരായണം ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഏത് മനുഷ്യനാണ് ഹൃദയം നടുങ്ങാതെ പോവുക, അത് ചിന്തിക്കാതെ പോവുക? ചൂടേറിയിട്ടുള്ള നരകാഗ്നിയാണ് എന്ന് പറയുമ്പോൾ ആ നരകത്തെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അവിടെ എല്ലാം നരകത്തിന്റെ ഭാഗമാണ്. ഭക്ഷണമാണെങ്കിലും പാനീയങ്ങളാണെങ്കിലും എല്ലാം ശിക്ഷയുടെ ഭാഗമാണ്. സൂറത്ത് ആറാഫിൽ നരകക്കാരായിട്ടുള്ള ആളുകൾ സ്വർഗ്ഗക്കാരോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അന്നഫീദു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന, നരകക്കാരായിട്ടുള്ള ആളുകൾ സ്വർഗ്ഗക്കാരെ വിളിച്ചുകൊണ്ട് ചോദിക്കും, അന്നഫീദു അലൈനാ മിനൽ മാ, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ഞങ്ങൾക്ക് അല്പമൊന്ന് നൽകുമോ? ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏതെങ്കിലും റിസ്ഖിൽ നിന്ന് ഞങ്ങൾക്ക് നൽകുമോ എന്ന് ചോദിക്കും. ആ സമയത്ത് സ്വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ അവരോട് പറയും, ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം അത് സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിരിക്കുന്നു. എന്നിട്ട് ആ നരകക്കാരായിട്ടുള്ള ആളുകൾ നരകത്തിൽ എത്തുവാനുണ്ടായ കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത വചനത്തിൽ പറയുകയാണ്, അല്ലദീന തഖദൂ ദീനഹും ലഹുവൻ വലഇബാ, അവർ അവരുടെ ദീനിനെ കളിയും തമാശയുമാക്കി തീർത്തവരായിരുന്നു.
വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയാ ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ വമാ കാനൂ ബിആയാതിനാ യജ്ഹദൂൻ. അവർ ഭൂമി ലോകത്ത് എന്റെ ഓരോ കാര്യങ്ങളും കടന്നു വന്നപ്പോ, എന്റെ ഓരോ നിയമങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോ അവർ അതിനെയൊക്കെ മറന്നുകൊണ്ട് എന്നെ മറന്നു കളഞ്ഞവരായിരുന്നു. അവർ അവരുടെ ദീനിനെ കളിയാക്കിയിരുന്നു, തമാശയിലാക്കിയിരുന്നു. അങ്ങനെയാണ് അവർ ഭൂമി ലോകത്ത് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർ ഭൗതിക ലോകത്ത് അവർ എങ്ങനെ എന്നെ മറന്നു കളഞ്ഞുവോ അതേപോലെ ഇന്നിതാ അവരുടെ കാര്യത്തിലും ഞാൻ മറന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അത്തരക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ ആയത്തുകളൊക്കെ നമ്മൾ ചിന്തിപ്പിക്കണം. നമ്മൾ അവരുടെ ദീനിനെ അവർ കളിയും തമാശയുമാക്കി തീർത്തു എന്ന് പറയുമ്പോൾ ഈ റമളാനിനെ നമുക്കൊരു അവസരമാക്കി തന്നു. ഈ ഒരു റമളാനിനെ നമ്മൾ കളിയും തമാശയുമാക്കി തീർക്കാൻ പാടില്ല. നോമ്പ് എന്ന് പറയുന്നത്, ഇഫ്താറുകൾ എന്ന് പറയുന്നത് ഇതൊക്കെ ഗുണങ്ങളാണ്, നന്മകളാണ്, പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമുക്കിടയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? ആളുകൾക്കിടയിൽ പ്രശസ്തി ഉണ്ടാകാൻ, ആളുകൾക്കിടയിൽ നല്ലത് പറയാൻ, വലിയ സമ്പത്തുണ്ട് എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനുവേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നടക്കുന്ന കല്യാണങ്ങൾ, അതും ഇസ്ലാമിന്റെ പേരിൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മൾ നിക്കാഹ് നടത്തുന്നു. അതിന്റെ ശേഷം അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വേഷവിധാനം, നമ്മുടെ വീടുകളിലെ കുടുംബങ്ങളിലെ സ്ത്രീകളുടെ വേഷവിധാനം, നമ്മുടെ വേഷവിധാനം, ഇതൊക്കെ ഇസ്ലാമിന്റെ മതനിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കളിയും തമാശയും ആക്കലല്ല. നേരെ മറിച്ച് അവിടെ ഞാൻ അത് പറഞ്ഞാൽ എന്നെ ഒറ്റപ്പെടുത്തല്ലോ, ഞാനത് പറയേണ്ടതില്ലല്ലോ, ഇന്നൊരു ദിവസം കൂടിയല്ലേ, ഇതാണ്ട് കഴിഞ്ഞാൽ അത് കഴിയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടുള്ള ആളുകളാണ്, ഒരു കുടുംബനാഥനാണ് നമ്മൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കളിയും തമാശയുമാക്കി തീർത്തവരാണ്, അള്ളാഹുവിന്റെ ദീനിനെ മറന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും വേണം. അതാണ് അല്ലദീന തഖദു ദീനഹും ലഇബൻ വലഹുവ. അവരുടെ സങ്കേതമാണ് നരകത്തിൽ എന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കരുത്. നേരെ മറിച്ച് സ്വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിനാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. അവരുടെ പ്രത്യേകത എന്താ? വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. സൂറത്ത് കാഫിലുള്ള ആയത്തുകളാണ്. വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. സ്വർഗം വളരെ അടുത്തായി കൊണ്ട് കാണിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീർ. അവരോട് പറയും ഹാദാ മാ തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമാണിത്, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമാണിത്. ദുനിയവിയായ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങളുടെ ഓരോ ഇഷ്ടങ്ങളും മാറ്റിവെച്ചവരാൻ, അതുപോലെ തന്നെ ഹറാമുകളിൽ നിന്ന് മാറി നിന്നവരാൻ, ഹലാലുകൾ മാത്രം ജീവിതത്തിൽ കൊണ്ടുവന്നവരാൻ. റമളാനിൽ ഒരു വിശ്വാസി കാത്തു സൂക്ഷിക്കേണ്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്തവരും നിർമ്മിച്ചവരുമാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗമാണ് നിങ്ങൾക്കിത് വളരെ അടുത്തായി കൊണ്ട് കാണിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ലികുല്ലി അവ്വാബിൻ ഹഫീർ, ഇവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. ലികുല്ലി അവ്വാബ്, ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് വളരെ പെട്ടെന്ന് ഖേദിച്ച് മടങ്ങുന്നവരായിരുന്നു നിങ്ങൾ. അവർക്കാണ് സ്വർഗമുള്ളത്. അപ്പൊ മഗ്ഫിറത്തിനെ അധികരിപ്പിക്കണം, അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കണം. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രികൾ ഇഅ്തികാഫ് ഇരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ധാരാളം ചോദിക്കേണ്ട സമയങ്ങളാണ്. അവിടെ നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം. ലികുല്ലി അവ്വാബ്, അവരുടെ പ്രത്യേകതയാണത്, സ്വർഗക്കാരുടെ ക്വാളിറ്റിയാണത്. അതെന്താണ്? ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി അത് പിന്നീടൊരു സമയത്തേക്ക് വൈകിപ്പിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവർ, അതാണ് ലികുല്ലി അവ്വാബ്. അതുപോലെ തന്നെ ഹഫീർ, അതിന്റെ ശേഷം മരണം വരെ ആ ജീവിതത്തെ സംരക്ഷിക്കുന്നവരുമായിരുന്നു നിങ്ങൾ. അഥവാ തൗബ ചെയ്തതിന്റെ ശേഷം വീണ്ടും ഒരു തെറ്റിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതുകൊണ്ടാ ഈ റമളാനിൽ നമ്മൾ ശീലിച്ചിട്ടുള്ള നല്ല നല്ല ശീലങ്ങൾ ഉണ്ടാകും. ആ ശീലങ്ങൾ അല്ലാത്ത മാസങ്ങളിൽ നമുക്കുണ്ടാവണം. അതല്ലാതെ റമളാനിൽ ഒരു സ്വഭാവം, മറ്റുള്ള മാസങ്ങളിൽ വേറൊരു സ്വഭാവം, അങ്ങനെ ഒരിക്കലും ആയിക്കൂടാ. ഹഫീവായിരിക്കണം നമ്മൾ, നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുന്നവരായിരിക്കണം. ഹത്തൽ മൗത്ത്, മരണം വരെ സംരക്ഷിക്കുന്നവരായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. മൻ ഖശിയർ റഹ്മാൻ, നിങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെട്ടവരായിരുന്നു നിങ്ങൾ. നിങ്ങളുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും എന്റെ എല്ലാ പ്രവർത്തനങ്ങളും, എന്റെ എല്ലാ ചിന്തകളും, എന്റെ എല്ലാ കാഴ്ചകളും, എന്റെ എല്ലാ കേൾവികളും, എന്റെ ഓരോ ചലനങ്ങളും എന്റെ റബ്ബ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധമുള്ളവരായിരുന്നു. മൻ ഖശിയർ റഹ്മാൻ ബിൽ ഗൈബി, അത് മറഞ്ഞ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പരസ്യമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, വജാഅ ബിഖൽബിൻ മുനീബ്, അള്ളാഹുവിന്റെ മതനിയമങ്ങളെ ചേർത്ത് പിടിക്കുന്ന മുനീബായിട്ടുള്ള ഹൃദയങ്ങളാണ് നമുക്കുണ്ടാവേണ്ടത്. അതെങ്ങനെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ
ഏത് നിയമങ്ങളും വളരെ സ്നേഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. റസൂൽ, നിങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടങ്ങണം. നമ്മുടെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കരുത്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഖൽബ് മുനീബായിരിക്കണം. അള്ളാഹുവിന്റെ നിയമങ്ങളെ ചേർത്ത് പിടിക്കുന്നവരായിരിക്കണം. അത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്ത്രീകളാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും വേഷവിധാനം തൊട്ട് നമ്മുടെ ഓരോ കർമ്മങ്ങളിലും എന്തൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന ചൈതന്യങ്ങൾ എന്തൊക്കെയാണ് അത് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നവരാകണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് സ്വർഗം പരലോകത്ത് വളരെ അടുത്തായിക്കൊണ്ട് കാണിക്കപ്പെടുക എന്നുള്ളതാണ്. അത്തരക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ വിഭാഗം. തുലാസ് കനം തൂക്കപ്പെടുന്ന സമയത്ത് അവർ ഇങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കും. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവരുടെ ഏടുകൾ അവർക്ക് നൽകപ്പെടുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. ഓരോ മനുഷ്യർക്കും ദുനിയാവിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങളാണെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളും ഓരോ ദിവസത്തിലും എഴുതി വെക്കപ്പെടുന്നുണ്ട്. ആ ഗ്രന്ഥം തന്റെ വലത്തെ കൈയിലാണോ ഇടത്തെ കൈയിലാണോ എന്റെ പിറകു ഭാഗത്തോടാണ് എനിക്ക് ലഭിക്കുക എന്ന ആശങ്കയിലായിരിക്കും ഓരോ മനുഷ്യരും. സമയത്തിന്റെ ആദ്യം കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അവരുടെ കൂട്ടത്തിൽ വലത്തെ കൈയിൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ വിശുദ്ധ ഖുർആനിനെ പഠിച്ച് അത് ചേർത്ത് പിടിച്ച് മുനീബായിട്ടുള്ള ഹൃദയങ്ങളുടെ ഉടമകളാകാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സിറാത്ത് എന്ന പാലത്തിലൂടെ കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സംഭവം പണ്ഡിതന്മാർ പറഞ്ഞത് ജസ്ർ തന്നെയാണ് എന്നാണ്, അത് പാലം തന്നെയാണ് എന്നാണ് പറഞ്ഞത്. അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക്, സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ അതിൽ കടത്തിവിടുമ്പോൾ അവരെ പ്രയാസപ്പെടുത്താനും ബുദ്ധിമുട്ടിപ്പിക്കാനും ഒരുപാട് കാര്യങ്ങൾ അവരെ സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ വിശ്വാസികളായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പരലോകത്ത് ഏത് ഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു പ്രകാശം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായിട്ടുള്ള പ്രകാശം അവരുടെ മുന്നിലൂടെയും ഇടത്തെ ഭാഗത്തൂടെയും വലത്തെ ഭാഗത്ത് അവരിങ്ങനെ നയിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അത് സ്വർഗത്തിൽ വരെ അവർക്ക് അള്ളാഹുവിന്റെ പ്രകാശം ലഭിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ കൂട്ടത്തിനാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. അപ്പൊ ഈ മൂന്ന് സന്ദർഭങ്ങളിലും ഒരാളും ഒരാളെയും ഓർക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹാക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അത് നമുക്കും ഗുണപാഠമാകേണ്ടതുണ്ട്. ഈ മൂന്ന് സന്ദർഭങ്ങളും നന്നാക്കണമെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ റമളാനുകളിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥന നമ്മിൽ നിന്നുണ്ടാകണം. അതോടൊപ്പം ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ ഏതെങ്കിലും ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കഴിവിന്റെ പരമാവധി നന്നാക്കി ഈ ദിവസങ്ങളെ നന്നാക്കി തീർക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിനെ നമ്മൾ പഠിക്കണം, അതിനെക്കുറിച്ച് അറിയണം. പല രൂപത്തിലും അതിനെ നമുക്ക് ബന്ധം സ്ഥാപിച്ചെടുക്കാം. ഈ റമളാൻ കഴിയുമ്പോഴേക്കും ഒരു പുതിയ സൂറത്തെങ്കിലും പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. അതിന് ഇനിയും നമുക്ക് നമ്മുടെ മുമ്പിൽ സമയങ്ങളുണ്ട്. ഒഴിവ് സമയങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് ഈ റമളാനിലും അല്ലാത്ത കാലഘട്ടത്തിലും നമ്മൾ ശ്രമിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൽ നമ്മൾ നിർവഹിച്ചിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. റമളാൻ വന്നുപോയിട്ടും അവന്റെ പാപങ്ങൾ പൊരുത്തപ്പെടിപ്പിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. അത്തരത്തിലുള്ള അധഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാരെങ്ങനെ പരിഗണിച്ചുകൊണ്ട് കടത്തിവിടുമ്പോൾ അവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടി, ഇന്ന് നമ്മൾ ഇവിടെ ഒരു സ്വതക്ക സ്വീകരിക്കുന്നുണ്ട്. റമളാനിൽ സ്വതക്ക വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. നമുക്കറിയാം, സകാത്ത് കൊടുത്തു വീട്ടുക എന്നുള്ളത് ഓരോ ആളുകളുടെയും പേരിൽ ബാധ്യതയാക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ സ്വതക്ക അങ്ങനെയല്ല. സ്വതക്കയാണ് ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രാധാന്യം നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ അവന്റെ വേർപാടിങ്ങനെ അവൻക്കിങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ മരിക്കുകയാണ് എന്ന് അവൻക്കിങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അള്ളാഹുവിനോട്. കുറച്ച് സമയം എനിക്കൊന്ന് തരുമോ? എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ എന്നാണ്. ഞാൻ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു കൊള്ളാം, അതോടൊപ്പം മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ അങ്ങനെയുള്ള അമലുകൾ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. അവിടെ ഒന്ന് പറഞ്ഞത് സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പല രൂപത്തിലുള്ള ആവശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടാവും. ഏത് സമയത്താണെങ്കിലും സന്ദർഭങ്ങളിലാണെങ്കിലും സ്വതക്കകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കുന്നതിനും നിങ്ങൾക്ക് സമ്പത്ത് നൽകിയ ഒരു പരീക്ഷണമാണെന്നുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കുവാനും അതിലൂടെ സ്വർഗം നേടിയെടുക്കുവാനുള്ള ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ സ്വതക്ക നമ്മുടെ ഈ
കോട്ടക്ക മണ്ഡലത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ISM വേണ്ടിയിട്ടുള്ളതാണ്. ആ ISM ചെയ്യുന്ന ഒരുപാട് ദഅവത്ത് പ്രവർത്തനങ്ങളുണ്ട്. അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് നിങ്ങളോട് സ്വതക്കയായിക്കൊണ്ട് ചോദിക്കുന്നത്. കഴിവിന്റെ പരമാവധി അതിലേക്ക് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാനധർമ്മങ്ങളൊക്കെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ആജാത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والسلام عليكم ورحمة الله.